ഇപ്പൊ സിനിമാ മേഖലയിലെ കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പൊ കുറച്ചെങ്കിലും അതിനൊരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത് WCC അതുമായി മുന്നോട്ട് പോയി ഹൈക്കോർട്ടിൽ നിന്നൊരു ഓർഡർ വാങ്ങിച്ചു. അതിനുശേഷം ഒരു IC മോണിറ്ററിംഗ് കമ്മിറ്റി ഒരു പൊതുതലത്തിൽ, അതായത് എല്ലാ സംഘടനകളും ഉൾപ്പെട്ടുകൊണ്ട്, ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉൾപ്പെട്ടുകൊണ്ട് ഒരു IC മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുകയും അതിനെ കൺട്രോൾ ചെയ്യാൻ ആയിട്ട് വിമൻസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ബാധ്യസ്ഥരാകുകയും ചെയ്തപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പൊ പവർ സിസ്റ്റംസിന് തന്നെ, അല്ലെങ്കിൽ പവറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു കൺസേൺ ഉണ്ട്. കാരണം അവര് ആൻസറബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതും അതേപോലെ ട്രാൻസ്പെറന്റ് ആവുക എന്ന് പറയുന്നതും, ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം പോർഷില് പലപ്പോഴും സംഭവിക്കുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു? അതിന്റെ ഒരു അത് WCCയുടെ ഈ ഹൈക്കോർട്ട് ഓർഡർ ആണ് ആക്ച്വലി ഒന്ന് പ്രഷർ ചെലുത്തിയത്. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ചില കേസുകൾ, രഞ്ജിത്തിന്റെ ഉൾപ്പെടെയുള്ള കേസുകളില്, ഇപ്പൊ ആ കേസില് IC മെമ്പറായിട്ടുള്ള അഡ്വക്കേറ്റ് തന്നെ പിന്നെ അപ്പിയർ ചെയ്തു രഞ്ജിത്തിന് വേണ്ടി. അപ്പൊ അത് വയലേഷൻ ആണ്, ICയുടെ പ്രോട്ടോകോളിന്റെ വയലേഷൻ ആണ് എന്ന് തിരിച്ചറിയുക. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രോട്ടോകോൾസ് തന്നെ കൃത്യമായിട്ട് പവറിലിരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായിട്ട് അത് വരണം എന്നുള്ള ഒരു നിർബന്ധം വരികയും ചെയ്തപ്പോഴാണ് അതിനൊരു ആക്ച്വലി അത് നോക്കി നടത്താൻ ആളുണ്ടെങ്കിൽ, നേരത്തെ പിന്നെ ഡോക്ടർ പറഞ്ഞ അതേ കാര്യമാണ്, എന്തുകൊണ്ട് സ്ത്രീകളുടെ എതിരെ നടക്കുമ്പോൾ ഈ കാര്യം നടക്കുന്നില്ല, കുട്ടികളുടെ എതിരെ നടക്കുമ്പോൾ ഈ കാര്യം നടക്കുന്നുണ്ട്. പലതിലും ഒരു എന്താ പറയുന്ന മേൽനോട്ടം അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആക്കുന്നുണ്ട് ഹയർ പൊസിഷൻസിലുള്ളവരെ. ഇതിലെ ആക്ടിൽ തന്നെ അങ്ങനെ ആക്കിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാരും ഓക്കെയാണ് അത് വെച്ചിട്ട്. സ്ത്രീകൾക്ക് അങ്ങനെ വീണ്ടും നമ്മൾ സ്ത്രീകൾ ഈ സർവീസ് മുഴുവനും ചെയ്യണമല്ലോ. ഫാമിലിയിലേക്ക് കൊടുക്കുന്ന സർവീസ് അത് ആക്ച്വലി ഇത് നേഷന് കൊടുക്കുന്ന ഒരു സർവീസ് തന്നെയാണ്. ചെലവില്ലാതെ രാജ്യം ചൂഷണം ചെയ്യുന്ന സ്ത്രീകളുടെ സർവീസാണ്. അപ്പൊ അത് നഷ്ടപ്പെടുത്താൻ അധികാരം അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ആളുകൾ അതിന് തയ്യാറല്ല. വെറുതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന, ചെലവില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സെക്ഷൽ ഉൾപ്പെടെയുള്ള സേവനത്തിന് എന്തിനു കളയണം? അതിനറിയാതെ തന്നെ സ്ത്രീകളും ആ ഒരു ബോധത്തിൽ പെട്ടുകിടക്കുകയാണ്. അതെ അതെ അതെ.